ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മളിന്ന് ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിൽ വളരെ പ്രശസ്തമായ ഒരു ശ്ലോകം ആണല്ലോ. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർ മാ സംഗോ അസ്ത്വകർമ്മണി. ഈ ശ്ലോകം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ശ്ലോകമാണ് അല്ലേ. അതിൽ ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് എടുത്ത് വായിക്കാം. ഞാൻ പ്രൊഫസർ ശ്രീ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ബുക്കാണ് റെഫറൻസായി നോക്കുന്നത്. അപ്പം അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് കർമ്മണ്യേ വാ അധികാരഃ. നമുക്ക് ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ മനസ്സിങ്ങനെ പാസ്റ്റിലേക്ക് ഓരോ പ്രാവശ്യം നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോഴും ഏറ്റവും നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം ആയിട്ട് കാണുക കർത്തൃത്വമാണ്. കർത്തൃത്വം. അപ്പം നമ്മൾ ഇത് ചെയ്തു, ഇത് ഇങ്ങനെ ചെയ്തു പോയി, അല്ല ഇങ്ങനെ ചെയ്തില്ല, ഇത്രയും ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുതായിരുന്നു, ഇത്രയും ചെയ്യരുതായിരുന്നു, അല്ല ഇങ്ങനെ ഓരോരോ അളവുകോലും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ മനസ്സെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കർത്തൃത്വം നമ്മളാകുന്ന രൂപമില്ലാത്ത ബോധസ്വരൂപത്തിൻ്റെ അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ ഭ്രമതലത്തിലാണെങ്കിലും ഇത് മനസ്സ് വേദന കൊണ്ടുവരുന്നു, ദുഃഖത്തിന് കാരണമാവുന്നു. അപ്പൊ ദുഃഖ ഹേതുവായിട്ട് വരുന്നത് ഈ കർത്തൃത്വമാണ്. അപ്പൊ കർത്തൃത്വം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അഷ്ടവക്ര ഗീത പഠിച്ച സമയത്ത് കർത്തൃത്വം എന്നുള്ള കാര്യം പറഞ്ഞു. ന കർത്താസി ന ഭോക്താസി മുക്ത ഏവാസി സർവദാ എന്ന് പറഞ്ഞു. നിങ്ങൾ ജനക മഹാരാജാവിനോട് അഷ്ടവക്ര മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങ് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി ഒന്നും ചെയ്യുന്നുമില്ല. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? നമ്മളിൽ തന്നെ കർമ്മങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഈ ഒരു ശരീരവും അതേപോലെ തന്നെ ഇതൊന്നും ചെയ്യാതെ സാക്ഷി രൂപത്തിലിരിക്കുന്ന, സാക്ഷി ഭാവത്തിലിരിക്കുന്ന നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആത്മസ്വരൂപം അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപം, അതും നമ്മൾ തന്നെയാണ്. നമ്മളുടെ തന്നെ രണ്ട് തലങ്ങളാണത്. അപ്പോൾ ആ ഭാഗത്തിലേക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ, ഈ കർമ്മമൊന്നും ചെയ്യാതെ സാക്ഷിഭാവത്തിലിരിക്കുന്ന ഈ ആത്മസ്വരൂപത്തിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഈ ദേഹഭാവന കുറഞ്ഞു വരും. അപ്പോൾ ദേഹഭാവന കുറഞ്ഞു വരുമ്പോൾ ഞാൻ ഈ ശരീരമാണ് എന്നുള്ള ചിന്ത കുറഞ്ഞു വരുമ്പോൾ എന്താ ഉണ്ടാവുക? ആ ഒരു വിശ്വാസം, അതൊരു വാസനയാണ് ശരിക്കും. അപ്പോൾ ഈ വാസന കുറഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മളുടെ ദുഃഖം കുറഞ്ഞു വരും. നമ്മൾ നമ്മുടെ സ്വരൂപമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്, താതാത്മ്യം പ്രാപിക്കുന്നത് ഈ ശരീരത്തിനോടല്ല. ഈ രൂപമില്ലാത്ത ബോധസ്വരൂപമാണ് ഞാൻ എന്നുള്ള, ആത്മസ്വരൂപമാണ് ഞാൻ എന്നുള്ള ആ ഒരു അറിവ് ഉറച്ചു വരുംതോറും ദേഹഭാവന കുറഞ്ഞു വരുന്നു. അതോടുകൂടി ദുഃഖവും കുറഞ്ഞു വരുന്നു. പ്രശ്നങ്ങളെല്ലാം കൂടി ഓടിപ്പോകുന്നില്ല എവിടെയും, അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. കുറച്ച് കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നമ്മൾ ലൈഫ് സിംപ്ലിഫൈ ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്പിരിച്വൽ പാത്ത്, ഒരു ആത്മീയ പാതയിലേക്കൊക്കെ നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭക്തി മാർഗത്തിൽ, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തി നമ്മൾ നമ്മുടെ യാത്ര തുടർന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ജീവിതത്തിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ, എസെൻഷ്യൽ അല്ലാത്ത, അത്രയും അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ ടൈമും നമ്മുടെ സമയവും നമ്മുടെ എനർജിയും എവിടെയൊക്കെയാണോ ലൂസ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണാം. അപ്പോൾ പിന്നെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ മെനക്കെടുള്ളൂ. കാരണം എന്താ, എവ്രിതിങ് ഈസ് പാസിങ്. ഇവിടെ ഒന്നും പെർമനൻ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്നത് കുറച്ച് കൊണ്ടുവരും. അത് നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ചിലർ പെട്ടെന്ന് തന്നെ അതിലേക്ക് വരും. അപ്പോൾ എന്തുണ്ടാവും, ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കർമ്മ ഉണ്ടാവുമല്ലോ, കുറച്ച് ആളുകളുമായിട്ടുണ്ടാവും ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കർമ്മങ്ങൾ. നമ്മൾ പ്രാരബ്ധം എന്ന് പറയില്ലേ, പ്രാരബ്ധ കർമ്മ, അത് അനുഭവിച്ചിട്ട് തീരേണ്ടതാണ്. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള അങ്ങനെയുള്ള കുറച്ച് ആളുകളടുത്ത് മാത്രമായിരിക്കും നമ്മുടെ കർമ്മം ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള ആളുകളോട് കർമ്മം ചെയ്യുന്നതിനോടനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ കർമ്മങ്ങളൊന്നും
ഞാനല്ല ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പിച്ചുറപ്പിച്ച് കൊണ്ടുവരണം. ഇതൊരു സാധനയാണ്. അപ്പൊ ഈ സാധനം ഉറച്ചുറച്ച് വരുമ്പോൾ നമ്മൾ കർത്തൃത്വം എന്നുള്ളത് കുറഞ്ഞു ഞാനല്ല ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ഉദാഹരണം എടുത്ത് നോക്കാം. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ശിശുവായിട്ട് കിടക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും നമുക്ക് കാണാം 3 മാസത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ് ഒരു കുഞ്ഞിൻ്റെ ഒരു അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന ഒരു ശിശുവിൻ്റെ എന്തൊക്കെയാണ് വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി അൾട്രാസൗണ്ടിലൊക്കെ കാണാം അല്ലേ, ഓരോരുത്തർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അതിൽ നോക്കുമ്പോൾ മനസ്സിലാവും ചെറുതായി ഓരോ അവയവങ്ങളായി വളർന്ന് വരുന്നതും. ഇതിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അമ്മയോ കുഞ്ഞോ ഡോക്ടറോ ആരെങ്കിലും? ഒന്നുമില്ല. എല്ലാം നാച്ചുറലായിട്ട് നടക്കുന്നു. കൃത്യമായി ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു പഴം എങ്ങനെ വളരെ നാച്ചുറലായിട്ട് അത് പഴുത്ത് നിൽക്കുന്ന സമയത്ത് അത് തന്നെ അത് വീഴുന്നു, മരത്തിൽ നിന്ന് വേർപെട്ടിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. അതുപോലെ നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ച പൂർത്തിയാവുന്ന സമയത്ത് പ്രസവം നടക്കുന്നു. അത് ഒന്നും ചെയ്യണ്ട. ഇപ്പം ഇൻഡ്യൂസ് ചെയ്യലും ഒക്കെ പെട്ടെന്ന് പ്രസവിക്കാനുള്ള പല ഇതൊക്കെ ഉണ്ടെങ്കിലും നാച്ചുറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സമയമാവുമ്പോൾ പ്രസവം നടക്കും അല്ലേ. അതിൽ കൂടുതൽ പോവില്ല, തീർച്ചയാണ്. അപ്പൊ അത്രയ്ക്കും ഓരോരോ ഘട്ടങ്ങളിൽ പ്രകൃതി എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒറ്റ കാര്യം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ടെക്നിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ മനസ്സ് വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഭയപ്പെടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചിന്ത ഉള്ളിലേക്ക് കൊണ്ടുവരിക. എങ്ങനെയാണ് ഞാനൊരു ഗർഭസ്ഥ ശിശുവായ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കി എല്ലാം ചെയ്തു, പ്രകൃതി ഭഗവാൻ എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ എല്ലാം നടന്നു, ഞാനൊന്നും ചെയ്യാതെ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് വെച്ചിട്ട് എന്താണ് അടുത്ത ഭാഗം? ഇതിൽ കർമ്മം ചെയ്യാതിരിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അപ്പൊ കർത്തൃത്വം വെടിഞ്ഞാൽ ദുഃഖം കുറഞ്ഞു. ദുഃഖം എത്രയോ കുറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ജീവിതത്തിൽ നമുക്കൊരു ഓരോരുത്തർക്കും ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. നമ്മൾ ജാതകം എന്ന് വിളിക്കും, അങ്ങനെ പലതും പറയാം. പക്ഷെ ഈ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് നടന്നേ തീരൂ. അതിന് ഉറപ്പാണ്, അതിനൊരു മാറ്റവും ഇല്ല. അങ്ങനെയുള്ള ചില ഇവൻറ്റ്സ് ഉണ്ടാവും. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്കിപ്പോൾ ഭക്ഷണം എന്താ കഴിക്കേണ്ടത് എന്ന് ഉച്ചയ്ക്ക് നമുക്ക് ചോയ്സ് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഒരു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് ചോയ്സ് ഉണ്ടാവും. പക്ഷെ വലിയ എന്താ പറയാ, പ്രധാനപ്പെട്ട കീ ഇവൻറ്റ്സ് എന്തൊക്കെയാണ് നടക്കേണ്ടത് അതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതാണ്. അത് വേണ്ടതുപോലെ നടന്നോളും എന്നുള്ള ട്രസ്റ്റിംഗ് ദ പ്രോസസ് അല്ലേ. അപ്പോൾ ആ ഒരു വിശ്വാസം. അപ്പോൾ എന്താ സമർപ്പണം എന്നുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ വന്നു. അപ്പോൾ കർത്തൃത്വം നമ്മൾ എപ്പോഴാണോ നമ്മൾ ഉപേക്ഷിക്കുന്നത്, ഞാനല്ല ഇത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് സമർപ്പണം. അപ്പോഴെന്തായി അതൊരു എല്ലാം ഏതോ ഒരു ശക്തി നടത്തി കൊണ്ടുപോകുന്നു എന്നുള്ളൊരു ഒരു ഉള്ളിൽ ഉറച്ച ഒരു വിശ്വാസം വരുന്നു. ആ വിശ്വാസം വരുന്ന സമയത്താണ് സമർപ്പണം ഉണ്ടാവുന്നത്. അപ്പോൾ പറയാണ്, അപ്പൊ ഇപ്പൊ കർമ്മവാസനകൾ അർജുനനോട് പറയാണ്, ഈ കർമ്മം ചെയ്യുന്നതിൽ മാത്രം നിനക്ക് ഈ കർമ്മം ഇപ്പൊ അർജുനനോട് പറയാണിത്. യുദ്ധവാസനയുമായിട്ടാണ് അർജുനൻ വന്നിരിക്കുന്നത്. അപ്പൊ അഭ്യസിച്ചുറപ്പിച്ച കർമ്മവാസനയാണിത്. ഒരു ക്ഷത്രിയനായി ജനിച്ചു, എത്രയോ യുദ്ധങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കലാണ് അല്ലെ ഒരു ക്ഷത്രിയനായ ഒരു രാജകുമാരന്റെ ഒരു വാസന എന്ന് പറയുന്നത്, കർമ്മം എന്ന് പറയുന്നത് രാജ്യത്തിനെ സംരക്ഷിക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് അയാളുടെ ധർമ്മമായി പറഞ്ഞു. അപ്പൊ നമ്മൾ ഒരു ലക്ഷ്യം ഉറപ്പിക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ധർമ്മമായിട്ട് മാറുന്നു. അപ്പൊ അങ്ങനെ ലക്ഷ്യത്തിൽ ഉറപ്പിച്ച് അർജുനനോട് മുന്നോട്ട് പോകാനാ പറയുന്നത്. നീ യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്തേ പറ്റൂ. കാരണം എന്താണ്? എല്ലാവരോടും യുദ്ധം ചെയ്യാൻ ഭഗവാൻ പറയുമോ? ഇല്ല. ഉദ്ധവരോട് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്, നിവൃത്തി മാർഗമാണ് പറയുന്നത്. അർജുനനോട് പ്രവൃത്തി മാർഗവും ഉദ്ധവരോട് നിവൃത്തി മാർഗമാണ് പറയുന്നത്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്ന്? നമ്മൾ വന്നിരിക്കുന്നത് ഏതൊക്കെ വാസനകൾ അനുസരിച്ചിട്ടാണോ അതിനനുസരിച്ചിട്ടുള്ള ആളുകളും അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തി മണ്ഡലങ്ങളും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു. അപ്പം നമ്മുടെ മുന്നിൽ ഇന്ന് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അത് ഒരു കർത്തൃത്വ ഭാവന ഇല്ലാതെ
ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത്, ഭഗവാനാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ തുടർച്ചയായിട്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്തു നോക്കൂ. പതുക്കെ പതുക്കെ കർമ്മങ്ങളൊക്കെ നമ്മളെ വിട്ടുപോകുന്നതായിട്ട് കാണാം. കുറേ കർമ്മങ്ങൾ നമ്മളെ വിട്ടുപോകും. അപ്പൊ അതൊരു അയ്യോ അപ്പൊ കർമ്മം ചെയ്യാതിരിക്കുക എന്നത് മോശമല്ലേ? ഇവിടെ ആർക്കെ കർമ്മം ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. അവശ പ്രകൃതേർ വശാഹ എന്നാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അടിമകളാണ് ഓരോ ഓരോ ജീവജാലങ്ങളും. അപ്പോ അതില് നമ്മൾ വിചാരിച്ചാലൊന്നും കർമ്മം നിർത്താനൊന്നും പറ്റില്ല. ഉദാഹരണത്തിന് ഇന്ന് ഭക്ഷണം ഞാനൊന്നും കഴിക്കുന്നില്ല, ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ ഈ ബെഡ് എണീക്കില്ല എന്ന് വിചാരിക്കുകയാണ് ഒരാള്. എത്ര സമയം അയാൾക്ക് ഇരിക്കാൻ പറ്റും? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം വീട്ടില്. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ എല്ലാറ്റിനും ആൾക്കാരുണ്ടെങ്കിൽ ഒരുപക്ഷെ നടന്നു എന്ന് വരാം. എന്നാൽ പോലും അയാൾക്ക് ടോയ്ലറ്റിൽ പോണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനില്ലേ? അപ്പൊ എന്തായാലും നമ്മൾ ഒരു കാര്യം അങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ച് ചെയ്യില്ല വിചാരിച്ച പ്രകൃതി സമ്മതിക്കില്ല. അപ്പൊ പല ആളുകളുമായിട്ടും നമ്മൾക്ക് കർമ്മയുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള നമ്മളിപ്പോ കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെ എടുത്തു നോക്കൂ. കുഞ്ഞുങ്ങളായിട്ട് നമ്മളെ കൂടെ വരുന്നു. ആ മക്കളെ നമുക്ക് നോക്കേണ്ട, പരിപാലിക്കേണ്ട ഒരു ധർമ്മമുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ അവരെ നന്നായി വളർത്തി വലുതാക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്ത് നമ്മൾ വളർത്തി വലുതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ധർമ്മമായിട്ട് വരും, ഒരു ഗൃഹസ്ഥന്റെ ധർമ്മമായിട്ട് വരും. അപ്പൊ ഇങ്ങനെ ധർമ്മങ്ങൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് അപ്പൊ ഒരു ലൗകികന് തന്റെ കർമ്മമാർഗത്തെ സത്യോന്മുഖമാക്കി ജീവിതം ധന്യമാക്കാനുള്ള 4 കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കർമ്മണ്യേ വാ അധികാരഃ മാ ഫലേഷു കദാചന മാ കർമ്മഫല ഹേതുർഭൂഹു മാ തേ സംഗോ സ്വകർമ്മണി. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ട് 4 പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർമ്മം കർമ്മം ചെയ്തേ പറ്റൂ. ഓരോരുത്തർ ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പൊ കാണുന്നത് പലർക്കും ഉണ്ടാവും ഇപ്പൊ അടുത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എനിക്ക് വളരെ തിരക്ക് പിടിച്ച ഒരു ആളാണ്, ജോലി ചെയ്യുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് കൂടുതൽ സമയം സ്പിരിച്വൽ സാധനകളൊക്കെ ചെയ്ത് കുറച്ചും കൂടിയും ഇതിലേക്ക് കൂടുതൽ മുന്നോട്ട് വരണമെന്നുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഗൃഹസ്ഥന്മാരാണ്, നമ്മൾ കർമ്മം ചെയ്തേ ഈ കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഇത് നടക്കുന്നത് എവിടെയാണ്? ഉള്ളിലാണ്. ഉള്ളിൽ കർത്തൃത്വം കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് നോക്കൂ. എന്നിട്ട് അങ്ങനെ കുറച്ചു കാലം നമ്മൾ കർമ്മം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. അടുത്ത ഭാഗം എന്താ പറയുന്നത്? അർജുന, നിനക്ക് കർമ്മഫലത്തിൽ യാതൊരു അധികാരവുമില്ല. അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അതേപോലെ നമ്മൾ മാക്സിമം നന്നായിട്ട് കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളോ എല്ലാം പറ്റുന്ന പോലെ ചെയ്യാം. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ അയ്യോ പുണ്യ പാപങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടോ ഇങ്ങനെ ചെയ്യാനോ മൈൻഡ് ഇങ്ങനെ 100 തരത്തിലുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്താ, ഓം നമ ശിവായ അങ്ങ് ജപിച്ചിട്ട്, ഗുരു അങ്ങനെയാണ് പറയുന്നത്, ഓം നമ ശിവായ ചാൻറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ബെസ്റ്റായിട്ട് ആ സമയം നമുക്ക് അറിയുന്നത് ബെസ്റ്റായിട്ട് എന്താണോ അതങ്ങ് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ സംശയിച്ച്, ചിലരുണ്ടാവും എപ്പോഴും സംശയിച്ച് കളിക്കുന്നവര്, അയ്യോ ഇത് ശരിയാണോ ഇങ്ങനെ ചെയ്യാൻ പാടോ അങ്ങനെ ചെയ്യാൻ പാടോ. നിങ്ങളുടെ മനസ്സിലത്തെ ഭാവമാണ് ഏറ്റവും പ്രധാനം. ആ ഭാവം ഉണ്ടെങ്കിൽ, ആ ഭക്തിഭാവം, ഇത് സമർപ്പണ ഭാവമുണ്ട്, ഭഗവാനെ എനിക്ക് ഒന്നും അറിയില്ലേ, ഒന്നും അറിയില്ല എന്നുള്ള ആ ഒരു സ്ഥലത്ത് നിൽക്കലാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്പേസ്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്താണ്, നമുക്ക് പല ശക്തികളും നമ്മളെ സഹായിച്ചോളും. എങ്ങനെയാണോ വേണ്ടത് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ സഹായങ്ങളൊക്കെ വന്നോളും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് ഫലങ്ങൾക്കൊന്നും ഇപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചൊന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണോ നമ്മൾ കർമ്മം ചെയ്യുന്നത്? അല്ല, നമുക്ക് ഏകദേശം ഒരു ഉദ്ദേശം ഉണ്ടാവും, ഇന്നത് ചെയ്താൽ ഇത്. ഇപ്പൊ ഒരു അരി എടുത്ത് നമ്മൾ ഇഡ്ലിക്ക് മാവ് അരയ്ക്കുകയാണ്, ഒരു ലക്ഷ്യമുണ്ട്, ഇഡ്ലി ഉണ്ടാക്കാനുള്ള മാവ്, ആ ഒരു ബാറ്റർ ആയി കിട്ടണം അല്ലെ, മാവായി കിട്ടണം. അതിനു വേണ്ടി ഉള്ള അപ്പം അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇഡ്ലി എന്നുള്ള ഒരു സാധനം നമ്മുടെ മനസ്സിലില്ലെങ്കിൽ നമ്മൾ ഇതിന് മെനക്കെടോ? ഇല്ല. അപ്പോൾ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാണ്. ഇപ്പൊ ഇതെല്ലാറ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവും, ജനറൽ ആയിട്ടുള്ള ഒരു ലക്ഷ്യം, ഇതാണ് ഇതിന്റെ ഇത് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കി കഴിഞ്ഞു. ഇതെങ്ങനെയാണ് അതിലേക്ക് എത്തുക? ആ കാര്യം നടക്കണമെങ്കിൽ ഈ അരിയെടുത്ത് വെള്ളത്തിലിട്ട് അങ്ങനെയുള്ള ഓരോരോ പ്രോസസ്സ് ഉണ്ട്.
ഉഴുന്നെടുത്ത് അപ്പോൾ വെള്ളത്തിലിട്ട് തലേദിവസം ചിലപ്പോൾ കുതിർത്തി വെക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ അത് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പൊ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ്, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോവും. പക്ഷേ ഓരോന്ന് ചെയ്യുമ്പോഴും ഇഡ്ഡലി ഇത്രയും സോഫ്റ്റ് ഇങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ആവശ്യമില്ലല്ലോ. അതിന് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതിയല്ലേ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും കൊടുക്കണം, ഇതാണ് എൻ്റെ ലക്ഷ്യം അനുസരിച്ച് അടുത്ത ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ നടത്തുന്നു. പക്ഷെ നിർബന്ധ ബുദ്ധി ഇല്ലാതെ, അതാണ് കർമ്മഫലത്തിൽ നിർബന്ധ ബുദ്ധി പാടില്ല എന്ന് അർജുനനോട് പറയുന്നത്. യുദ്ധം ചെയ്യുക, ഇപ്പൊ തൽക്കാലം അർജുനൻ യുദ്ധം ചെയ്തേ പറ്റൂ, കാരണം കർമ്മവാസന അതാണ്, യുദ്ധവാസന ഉണ്ട്. നമ്മളോട് പറയാണ് ഭഗവാനെങ്കിൽ, നമ്മളോട് പറയും, ഇപ്പൊ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു IT ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളുടെ കർമ്മവാസന എന്താണ്? കമ്പ്യൂട്ടേഴ്സുമായിട്ട് കളിക്കുക എന്നുള്ളതാണ് അയാളുടെ കർമ്മവാസന. ഇപ്പൊ അത് ചെയ്തേ പറ്റൂ. ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഇപ്പൊ കർമ്മവാസന അവിടെയുള്ള ആളുകളും കുറ്റവാളികളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു തരത്തിലുള്ള കർമ്മവാസന. ഒരു അമ്മ കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ അവരുമായിട്ടാണ് കർമ്മ, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക, അതായിരിക്കും അവരുടെ കർമ്മ. വേറെ ആളുകളുമായിട്ട് ഒരുപക്ഷെ കർമ്മം കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരുടെയും കർമ്മവാസനയ്ക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക. ചെയ്യുമ്പോഴും കർത്തൃത്വം ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. ഇത് ഞാനല്ല ചെയ്യുന്നത്, ഈ എൻ്റെ കർമ്മവാസന ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ മുന്നിൽ വന്നു പെട്ടു, അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്തു, ഭഗവാനെ സമർപ്പിച്ചു, എല്ലാം. അതാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. കർമ്മഫലത്തിന് യാതൊരു തരത്തിലുള്ള നിർബന്ധ ബുദ്ധിയില്ലാതെ കാര്യങ്ങൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ ഭാഗം ഈ ശ്ലോകത്തിൻ്റെ. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം അഭ്യസിക്കുക, ഓർമ്മിച്ച് മനസ്സിലാക്കി വെക്കുക. കർത്തൃത്വമാണ് നമ്മുടെ ദുഃഖത്തിന്റെ ഒരു പ്രധാന കാരണം. ഒരു പ്രധാന കാര്യങ്ങളിൽ ഒരെണ്ണം കർത്തൃത്വമാണ്. ഞാൻ ഇന്നത് ചെയ്തു, ഇന്നത് ചെയ്തില്ല, അയ്യോ ഇങ്ങനെ കുറച്ചും കൂടി ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ചെയ്തില്ല, ഇയാൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ നമ്മളെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിയോ ഇങ്ങനെ കർത്തൃത്വം ആരോപിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു നിയമത്തിനനുസരിച്ച് ഭ്രമതലത്തിൽ സ്വപ്നത്തിൽ എന്നതുപോലെ എന്തൊക്കെയോ നടക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതില്. അപ്പൊ ഇത് മനസ്സിലാക്കി കർത്തൃത്വത്തിൽ നിന്ന് നമ്മളെ തന്നെ സ്വയം മോചിപ്പിക്കുക. ചെയ്യേണ്ടതൊക്കെ ചെയ്യാം, അതൊന്നും വിട്ട് ഓടിപ്പോണെന്നൊന്നും ആരും പറയുന്നില്ല, ഭഗവാൻ പറയുന്നില്ല അവിടെ. ഭഗവാൻ പറയുന്നത് പറ്റുന്നത് പോലെ നമ്മുടെ മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ള കർമ്മം ഭഗവതർപ്പണമായിട്ട് ചെയ്യുക, ബ്രഹ്മാർപ്പണമായിട്ട് ചെയ്യുക. ചെയ്യുന്ന ആളും അതേപോലെ തന്നെ ചെയ്യുന്ന കർമ്മവും ചെയ്യുന്ന ഫലവും ആർക്കു വേണ്ടിയാണോ ചെയ്യുന്ന അതും എല്ലാം ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മം തന്നെ ബ്രഹ്മത്തിന് സമർപ്പിച്ചുകൊണ്ട് ബ്രഹ്മകർമ്മം നടക്കുന്നു. അതാണ് സത്യം. അപ്പൊ ഈ ഒരു സത്യം മനസ്സിലാക്കി ഓർമ്മിച്ച് കർത്തൃത്വത്തിൽ നിന്ന് മോചിതരായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും പറ്റുമെന്നാണ് ഭഗവാൻ ഇതിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാവർക്കും അത് സാധിക്കട്ടെ. ഓം ശിവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഓം നമോ നാരായണ. ഓം നമോ നാരായണായ. 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 ഓം നമോ നാരായണ. ഓം ശാന്തി ശാന്തി ശാന്തി.